ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇനി മുതൽ ലൈവ് അപ്ഡേറ്റ്സ് എന്തായാലും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയ്ക്ക് നല്ല സപ്പോർട്ടാണ് ബിഗ് ബോസിന്റെ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് തരുന്നത്. പിന്നെ സബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് ജിൻഡോന്റെയും യമുനന്റെയും കാര്യം നമുക്ക് അറിയാം. സംഭവമൊന്നുമില്ല, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ച് മാറിപ്പോയതാണ്. കിച്ചണിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ലൈവ് കണ്ടവർക്ക് കുറേ പേർക്ക് അറിയാം. കിച്ചണിലിരിക്കുമ്പോൾ ജിൻഡനോട് ഒരു ഫണ്ണാവാൻ വേണ്ടിയിട്ട്, യമുനയ്ക്ക് പവർ ടീമാണല്ലോ, അപ്പോൾ യമുനയ്ക്ക് ആ പവർ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് ഫണ്ണാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ജിൻഡോനോട് പറഞ്ഞു, മൂപ്പത്ത് ജിമ്മല്ലേ മൂപ്പര്, അപ്പോൾ ജിൻഡോനോട് പറഞ്ഞു ബോഡി വിത്ത് മസിൽസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് വേറെ രീതിയിലാണ് ജിൻഡോ എടുത്തത്. ജിൻഡോ വിചാരിച്ച് മറ്റേ ചെടി തൂത്തിരുന്നിട്ട് കാണിക്കാനാണ്. പക്ഷെ ആ ഒരു രീതിയിലൊന്നല്ല, ജസ്റ്റ് ഒരു ഫണ്ണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. യമുന പിന്നെ വിചാരിച്ച് അതിൽ കൂടി വേറെ ബോഡി ഫുള്ള് കാണിക്കുക, ആ ഒരു രീതിയിൽ അങ്ങനെ എന്തോ വിചാരിച്ച്. അപ്പോൾ യമുനയ്ക്ക് ഇഷ്ടാവില്ല, സ്വാഭാവികമായിട്ടും ഇഷ്ടാവില്ല. കാരണം ഇയാള് അമ്മേനെ പോലെ നിൽക്കുന്നത്. യമുന എന്ന് പറയുന്നത് മറ്റേ അമ്മപ്പാസം കളിക്കുന്ന എനിക്ക് തോന്നുന്നു മിക്കതും. അപ്പോൾ ബിഗ് ബോസിൽ ഒരു അമ്മ ഉണ്ടാവുമല്ലോ, അതങ്ങനെയാണല്ലോ, ഒരു പ്രേമം ഉണ്ടാവും, ഒരു അമ്മ ഉണ്ടാവും, അല്ല അങ്ങനത്തെ ഒരു സംഭവങ്ങൾ എന്തായാലും ഒരു വില്ല ഉണ്ടാവും. ഇതൊക്കെ സംഭവം ബിഗ് ബോസിൽ ഉണ്ടാവുന്നതാണ്. സോ ആ രീതിയിൽ കളിക്കാമെന്ന് വെച്ച്, അപ്പോൾ ഈ ഒരു രീതിയിലുള്ള അപ്രോച്ച് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ സംഭവമൊക്കെയാണ്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് സംസാരിച്ച് ഓരോന്ന് ക്ലോസ് ആക്കി, ഒരു തമ്മിൽ ഓക്കെ സെറ്റ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ സോറിയൊക്കെ പറഞ്ഞ് ജിൻഡോ സോറി പറഞ്ഞ്, എനിക്ക് തോന്നുന്നു ജിൻഡോ ഒരു പാവാണ്. ആ ഒരു മൊത്തം ഗജാനു ബാബു സൈസ് ബോഡി ഉണ്ടെങ്കിലും ആളൊരു പാവാണ്. ആളെ ലൈഫൊക്കെ കണ്ടിട്ടും എല്ലാം കണ്ടിട്ടും ഈവൻ പേടിച്ച് നിൽക്കുന്നുണ്ട് ഉപരി പേടിച്ചിട്ട് ഇങ്ങനെ മാഡം സോറി മാഡം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട് യമുന വേണ്ട, അങ്ങനെ ഒരു കണ്ണാടി വിട്ടിട്ട് വേണ്ട, മാടുന്നൊന്നും വേണ്ട, ചേച്ചിന്ന് വിളിച്ചാൽ മതി. ആ രീതിയിൽ അവിടെ ക്ലോസ് ആയി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ ഇടുന്നതാണ്. നിങ്ങൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യത്ത്, എന്തെത്താ അത്? ഞാൻ ഇവിടുന്ന് കഷ്ടപ്പെട്ട് വീഡിയോ ഇടുക, ലൈക്ക് ചെയ്ട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. അപ്പോൾ നമുക്ക് കാണാം.